നമസ്കാരം. പത്രങ്ങളിൽ അച്ചടി പിശകുകൾ ഉണ്ടാക്കുന്ന പുകിലുകൾ ചില്ലറയൊന്നുമല്ല. ഏത് ഗൗരവമേറിയ വാർത്തയും വെറും തമാശയാകാൻ ചെറിയൊരു അശ്രദ്ധ ധാരാളമാണ്. പത്രങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ചാനലുകളിലും ഇതിൻ്റെ ഇരകളെ കാണാം. കസ്തൂരിരംഗൻ വിഷയത്തിൽ കേന്ദ്രം കരട് വിജ്ഞാപനം ഇറക്കി എന്ന വാർത്ത ഒരു ചാനൽ ബ്രേക്ക് ചെയ്തപ്പോൾ അത് കരടി വിജ്ഞാപനം എന്നായിപ്പോയി. അങ്ങനെ എത്രയെത്ര ബ്രേക്കിംഗ് തമാശകൾ. അതുപോലെ വാക്കുളുക്കി അച്ചടിച്ചുണ്ടായ കുഴപ്പങ്ങൾ ഇത്തിരിയൊന്നുമല്ല പത്രങ്ങളിൽ. എന്നാൽ ഇക്കഥ വാക്കുകൾ സ്ഥാനം മാറിയതിൻ്റേതല്ല, സ്ഥാനം മാറ്റിയതിൻ്റേതാണ്. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. രാജാവും ദിവാനും നാടുവാഴുന്ന കാലം, അവരുടെ തേർവാഴ്ച. വഞ്ചിനാട് അന്ന് വാണിരുന്നത് ശ്രീമൂല തിരുനാൾ മഹാരാജാവ്, ദിവാൻ സർ പി രാജഗോപാലാചാരി. അധികാരത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മഹാരാജാവിൻ്റെ ദിവാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പവറും പത്രാസുമാണ്. രാമകൃഷ്ണപിള്ളയുടെ സ്വദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. തിരുവിതാംകൂറിലെ ചില അച്ചീഗൃഹങ്ങളിൽ ദിവാന് ചില വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പല വിധത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ദിവാൻ പി രാജഗോപാലാചാരി എന്ന് അടിക്കേണ്ടടുത്തെല്ലാം അതിനു പകരം പി ജാരഗോപാലാചാരി എന്നാണ് അച്ചടിച്ചത്. ദിവാൻ രാജഗോപാലാചാരി പത്രത്തിനെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. തിരുത്തി മാപ്പ് പറയണം എന്നായിരുന്നു വക്കീൽ നോട്ടീസിലെ ആവശ്യം. പിറ്റേന്ന് തന്നെ സ്വദേശാഭിമാനി അതിന് തയ്യാറായി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ 1-ാം പേജിൽ പെട്ടിക്കോളം വാർത്ത. അത് ഇങ്ങനെയായിരുന്നു: ഇന്നലെ ഞങ്ങളുടെ പത്രത്തിൽ ബഹുമാനപ്പെട്ട ദിവാൻ്റെ പേര് രാജഗോപാലാചാരി എന്നടിച്ചിടത്തൊക്കെ ജാരഗോപാലാചാരി എന്ന് അച്ചടിച്ചു വന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസമായി എന്നറിയുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല, ഇതൊരു അച്ചുപിഴയാണ്. അച്ചുപിഴ എന്നാണ് സ്വദേശാഭിമാനി ഉദ്ദേശിച്ചതെങ്കിലും അതിലും അച്ചടിപ്പിശകുണ്ടായി. അത് പക്ഷേ മനഃപൂർവ്വമായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതോടെ ദിവാൻ്റെ ലീലാവിലാസങ്ങൾ അതുവരെ അറിയാത്തവർ കൂടി അറിഞ്ഞു. കൂട്ടിക്കിഴിക്കുമ്പോൾ നഷ്ടം അപ്പോഴും ദിവാനു തന്നെ. കൊച്ചി രാജ്യത്തു നിന്നും സമാനമായ ഒരു അച്ചിപ്പിഴയുടെ കഥയുണ്ട്. 1930 തൃശ്ശൂരിൽ നിന്നും ഗോമതി എന്ന പേരിൽ ഒരു സായാഹ്ന പത്രം ആരംഭിച്ചത്. ഇന്ന് കൊച്ചി എന്നറിയപ്പെടുന്ന അന്നത്തെ ഗോശ്രീ, മലബാർ, തിരുവിതാംകൂർ എന്നിവയുടെ ആദ്യ അക്ഷരം ചേർത്ത് ഗോമതി എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 3 പതിറ്റാണ്ടോളം പത്രം നിലനിന്നു. കൊച്ചിയിലെ രാജാക്കന്മാർ അച്ചിമാരുടെ സ്വാധീനത്തിൽപ്പെട്ട് രാജ്യഭരണം കുഴപ്പത്തിലാവുകയാണോ എന്ന് ആശങ്കപ്പെടുന്ന ലേഖനത്തിന് ഗോമതി പത്രത്തിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: കൊച്ചി രാജ്യം അച്ചി രാജ്യമായി. സംഗതി രാജ്യദ്രോഹമാണ്. പിറ്റേന്ന് ക്ഷമാപണമോ തിരുത്തോ വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഇത്തരം തെറ്റുകളെല്ലാം സാധാരണ അച്ചുപിഴയായി പ്രൂഫ് റീഡറുടെ തോളത്ത് വയ്ക്കുന്ന അക്കാലത്ത് ഗോമതിയിൽ വന്ന തിരുത്തും സ്വദേശാഭിമാനിയിലെ തിരുത്തിന് സമാനമായിരുന്നു. അതൊരു അച്ചിപ്പിഴ കൊണ്ട് സംഭവിച്ചതാണ് എന്നായിരുന്നു ആ പത്രാധിപരുടെ തിരുത്ത്. പത്രാധിപർ ശങ്കുണ്ണിയുടെ വള്ളി കാണാനില്ല, അതെവിടെ പോയി എന്നറിയാൻ കാത്തിരിക്കുക.